ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സൂപ്പർ എക്സൈറ്റിംഗ് വിഷയത്തെക്കുറിച്ചാണ്. റോബോട്ടിക്സ്. റോബോട്ടുകൾ എന്താണ്? അവ എങ്ങനെ പ്രവർത്തിക്കുന്നു? എന്തെല്ലാം മാറ്റങ്ങളാണ് റോബോട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്? സോ ലെറ്റ് us ഡൈവ് ഇൻ. നിങ്ങൾക്ക് റോബോട്ടുകൾ എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? റോബോട്ടിക്സ് എന്നത് റോബോട്ടുകളെ ഡിസൈൻ ചെയ്യുക, നിർമ്മിക്കുക, പ്രോഗ്രാം ചെയ്യുക, ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു വാക്വം ക്ലീനർ റോബോട്ട് ഉണ്ട്. അത് നമ്മുടെ വീടിന്റെ ഫ്ലോർ അല്ലെങ്കിൽ തറ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു. വീട്ടിലെ നിലത്തുള്ള ഫ്ലോറിലുള്ള എല്ലാ അഴുക്കും വേസ്റ്റും അത് തുടച്ചെടുക്കും. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞൻ റോബോട്ടാണ് വാക്വം ക്ലീനർ റോബോട്ട്. ഒരു പക്ഷേ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത തരം റോബോട്ടുകളുണ്ട്. അതിൽ ചിലത് നമ്മെ സഹായിക്കാനാണ്, ചിലത് വിനോദ പരിപാടികൾക്കാണ് ഉപയോഗിക്കുന്നത്. ചില റോബോട്ടുകൾ വലിയ വലിയ ജോലികൾ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇൻഡസ്ട്രിയൽ റോബോട്ടുകൾ, ഉദാഹരണമായിട്ട് കാർ ഫാക്ടറികളിൽ കാറിന്റെ ഭാഗങ്ങൾ വെൽഡ് ചെയ്യുന്ന റോബോട്ടിക് ആം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവ സൂപ്പർ കൃത്യതയോടെ വേഗത്തിൽ ജോലി ചെയ്യുന്നു. സർവീസ് റോബോട്ടുകൾ, ഉദാഹരണമായിട്ട് ഹോട്ടലുകളിൽ ഭക്ഷണം ഡെലിവർ ചെയ്യുന്ന റോബോട്ടുകൾ ആണിത്. മറ്റൊരു തരം റോബോട്ടാണ് എന്റർടൈൻമെന്റ് റോബോട്ടുകൾ. മെഡിക്കൽ റോബോട്ടുകൾ, ഉദാഹരണമായിട്ട് ശസ്ത്രക്രിയയിൽ ഡോക്ടർമാരെ സഹായിക്കുന്ന ഡാവിഞ്ചി സർജിക്കൽ റോബോട്ട്. ഇവയ്ക്ക് സൂപ്പർ കൃത്യതയുണ്ട്. മനുഷ്യന്റെ കൈകൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവയ്ക്ക് ചെയ്യാൻ സാധിക്കും. എന്തെല്ലാം സാങ്കേതിക വിദ്യകളാണ് റോബോട്ടുകളിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ റോബോട്ടുകൾ എങ്ങനെ ബുദ്ധിമാനായി ജോലി ചെയ്യുന്നുവെന്ന്? ഇതിന്റെ പിന്നിൽ 3 പ്രധാന സാങ്കേതിക വിദ്യകളുണ്ട്. സെൻസറുകൾ. ഒരു റോബോട്ടിന്റെ കണ്ണുകളും കാതുകളുമാണ് അതിന്റെ സെൻസറുകളായി പ്രവർത്തിക്കുന്നത്. ഒരു ഡെലിവറി റോബോട്ടിന് അതിന്റെ മുന്നിലുള്ള ഒരു തടസ്സം അത് മനസ്സിലാക്കി അതിനെ മറികടക്കാൻ അൾട്രാസോണിക് സെൻസേഴ്സ് സഹായിക്കുന്നു. റോബോട്ടുകളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI. ഉദാഹരണമായിട്ട് അലക്സ, സിരി പോലുള്ള AI ഉപയോഗിച്ചാണ് റോബോട്ടുകൾ നിങ്ങളുടെ വാക്കുകൾ മനസ്സിലാക്കുന്നത്. റോബോട്ടുകളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു സാങ്കേതിക വിദ്യയാണ് മെക്കാനിക്കൽ ഡിസൈൻ ആൻഡ് പ്രോഗ്രാമിംഗ്. ഉദാഹരണമായിട്ട് ഒരു റോബോട്ടിന്റെ കൈകള്, കാലുകള്, ചക്രങ്ങള് എല്ലാം ഡിസൈൻ ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വഴിയാണ്. ഒരു റോബോട്ടിനെ പ്രവർത്തിപ്പിക്കാൻ പൈത്തോൺ, C++ പോലുള്ള പ്രോഗ്രാമിംഗ് ഭാഷകളും ഉപയോഗിക്കുന്നു. റോബോട്ടിക്സ് നമുക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ തുറന്നു തരുന്നുണ്ട്. ഉദാഹരണമായിട്ട് റോബോട്ടിക് എഞ്ചിനീയർ, AI സ്പെഷ്യലിസ്റ്റ്, റോബോട്ടിക് ടെക്നീഷ്യൻ മുതലായവ. ഒരു റോബോട്ടിനെ ഡിസൈൻ ചെയ്യാൻ, പ്രോഗ്രാം ചെയ്യാൻ, റിപ്പയർ ചെയ്യാൻ ആളുകൾ വേണം. ഇൻഡസ്ട്രിയൽ റോബോട്ടുകൾ, ഉദാഹരണമായിട്ട് കാർ ഫാക്ടറികളിൽ കാറിന്റെ ഭാഗങ്ങൾ വെൽഡ് ചെയ്യുന്ന റോബോട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു റോബോട്ടിനെ ഡിസൈൻ ചെയ്യാൻ, പ്രോഗ്രാം ചെയ്യാൻ, റിപ്പയർ ചെയ്യാൻ വിദഗ്ധർ ആവശ്യമാണ്. ഫാക്ടറികൾ, ഹോസ്പിറ്റലുകൾ, ഡ്രോൺ കമ്പനികൾ മുതലായവർ റോബോട്ടിക്സ് രംഗത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരെ തേടുന്നു. പല പ്രമുഖ സ്ഥാപനങ്ങളും ഇന്ന് റോബോട്ടിക്സ് മേഖലയിൽ കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഉദാഹരണമായിട്ട് BTech ഇൻ റോബോട്ടിക്സ്, MTech ഇൻ AI. സ്കൂളുകളിൽ പോലും ഇപ്പോൾ കുട്ടികൾ
ലെഗോ മൈൻഡ് സ്റ്റോംസ് പോലുള്ള കിറ്റുകൾ ഉപയോഗിച്ച് റോബോട്ടുകൾ ഉണ്ടാക്കുന്നു. റോബോട്ടിക്സ് രംഗത്ത് കോഴ്സുകൾ നൽകുന്ന കേരളത്തിലെ ഒരു പ്രമുഖ സ്ഥാപനമാണ് റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കോട്ടയം. റോബോട്ടിക്സ് മേഖലയിൽ വിവിധ കോഴ്സുകൾ നൽകുന്ന ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. IIT കാൻപൂർ, മുംബൈ, മദ്രാസ്, ഡൽഹി, ഖരഗ്പൂർ, അലഹാബാദ്. ഈ സ്ഥാപനങ്ങൾ റോബോട്ടിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നൽകുന്നു. കേരളത്തിൽ റോബോട്ടിക്സ് പഠിപ്പിക്കുന്ന പ്രധാന സ്ഥാപനങ്ങളാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം അഥവാ CET, അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അമൃതപുരി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ടിസ്റ്റ് എറണാകുളം, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ് കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് തൃശൂരിൽ വരുന്നു. ഇതിനായി ഇങ്കർ റോബോട്ടിക്സ് കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഹായ്, അപ്പൊ റോബോട്ടിക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മാജിക് ആണ് ഇന്ന് റോബോട്ടിക്സ്. See you in the next video. Bye bye.